തങ്ങളാവുക എന്നുള്ളതിന് നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർ വളരെ വില കൽപ്പിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് തങ്ങന്മാർക്കൊരു വിലയുമില്ല, തങ്ങന്മാരെന്ന് പറയുന്ന പരമ്പര അവസാനിച്ചു എന്ന് പറയുന്ന ഇവിടുത്തെ വഹാബികളും മൗദൂദികളുമാണ്. ജമാഅത്തെ ഇസ്ലാമി പോലത്തെ സംഘടനകളാണ്. അവർ ആണ് ഇതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണം, ലീഗിൻ്റെ സെക്രട്ടറി സലാമിൻ്റെ പരാമർശം, അദ്ദേഹം സമസ്ത പ്രസിഡൻ്റ് അടക്കമുള്ളവരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് ഇതിൻ്റെ അടുക്ക് പ്രസംഗിച്ചു. അതിനു പുറമെ നമ്മുടെ സമസ്തയുടെ ആദർശമായ തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറയുക, അതായത് മഹാന്മാരെ ഇടതേടിക്കൊണ്ടുള്ള പ്രാർത്ഥന, അതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത വേദിയിൽ വെച്ച് സെക്രട്ടറി പരാമർശിച്ചു. അത് ലീഗിൻ്റെ വേദിയിൽ പരാമർശിച്ചാൽ അതിനെ ലീഗ് തടയേണ്ടതാണ്, ചോദ്യം ചെയ്യേണ്ടതാണ്. അതിനൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ളത് സമസ്ത ആവശ്യപ്പെട്ടതുമാണ്. അതിലൊന്നും മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഉമ്മർ ഫൈസിനെ മാറ്റണം. ഉമ്മർ ഫൈസിയോട് പറഞ്ഞത് സമസ്തൻ്റെ നയങ്ങളാണ് പറഞ്ഞത്, അതിന് മാറ്റണം എന്നാണ് പറയുന്നത്. മറ്റത് മുസ്ലിം ലീഗിൻ്റെ നയത്തിനെതിരായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മുഷാവറയിൽ അംഗമാവാനുള്ള യോഗ്യതയില്ല. അദ്ദേഹത്തിന് ഈ ഫൈസി ബിരുദമോ ഉമർ അലി ശിഹാബ് തങ്ങൾക്കോ ഹൈദരലി ശിഹാബ് തങ്ങൾക്കോ ഉണ്ടായിരുന്ന പോലെ മതബിരുദങ്ങളില്ലാത്ത ഒരാളാണല്ലോ. ഞാനതൊന്നും പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തരും ഇവിടെ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. സമസ്തയിൽ വരാൻ യോഗ്യത പണ്ഡിതനായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിലുള്ള ഓരോരുത്തരെങ്കിലും ചോദിച്ചതിന് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒറ്റ നിയമം പറഞ്ഞാൽ മതിയല്ലോ. അത് നിങ്ങൾ നടന്ന് പെറുക്കിക്കൂടി ആരൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ യോഗ്യനല്ലല്ലോ. അത് ഈ പറയുന്ന ആരും യോഗ്യനല്ല. എന്നാൽ തങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടൊരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം എൻ്റെ അടുത്ത് നിങ്ങൾ കിട്ടൂല. ഞാനത് പറയുന്നില്ല. ഉമർ ഫൈസി മുക്കത്തെ മാറ്റണം എന്നാവശ്യപ്പെടുന്നവരോട് എന്താണ് പറയാനുള്ളത്? അത് മാറ്റാൻ ഉമ്മർ ഫൈസി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അതിൽ നിൽക്കണം എന്ന് പറഞ്ഞ ഒരാളൊന്നുമല്ല. എന്തെങ്കിലും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ പുറത്താക്കേണ്ടവർ തന്നെയാണ്. ആരാണെങ്കിലും പുറത്താക്കണം. അവിടുത്തെ സമസ്തക്കെതിരോ അതിൻ്റെ തീരുമാനങ്ങൾക്കെതിരോ ആര് പ്രവർത്തിച്ചാലും പുറത്താക്കേണ്ടതാണ്. അങ്ങനെ എന്നെപ്പറ്റി ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് നടപടി നേതാക്കൾ എടുത്തുകൊള്ളും, സമസ്ത എടുത്തുകൊള്ളും. അതിനെനിക്ക് വിരോധമല്ല. അത് എന്നെപ്പറ്റി എന്നല്ല, ആരെ പറ്റിയാണെങ്കിലും, സമസ്ത പ്രസിഡൻ്റാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ആരും അതിൻ്റെ ഭരണഘടനയ്ക്ക് മേലെയുള്ളവരല്ല. അതിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ഥയുടെ അധ്യക്ഷനായ ശേഷം അദ്ദേഹം ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കൂറില്ല, എന്നാൽ എല്ലാവരോടും സമഭാവനയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ സമസ്തയുടെ രാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് പൂർവികരൊക്കെ തന്നെ സ്വീകരിച്ചു പോകുന്നത്. അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയം കലർത്താതെ, രാഷ്ട്രീയം അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവാൻ പലർക്കും, അത് അവരുടെ പുറത്ത് വെച്ച് ചെയ്യേണ്ടതാണ്. സമസ്തക്കുള്ളിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയവും ഇല്ല. അത് തന്നെയാണ് ശിബിരിത്തങ്ങളുടെയും നിലപാട്, അങ്ങനെ തന്നെയാണ്. എൻ്റെയും നിലപാട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോരുത്തർ ചാപ്പ കുത്തുന്നു, അവർക്ക് പറ്റാത്ത എന്തോ കാണുമ്പോൾ എന്നുള്ളതാണ്. അവർ ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കും നമ്മൾ. ആ വിമർശിക്കുമ്പോൾ നമ്മൾ എന്താക്കും, ലീഗിൻ്റെ എതിരായിട്ട് ചാപ്പ കുത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ലീഗ് വിരുദ്ധനല്ല താങ്കൾ? ഞാൻ ലീഗ് വിരുദ്ധനല്ല, ഞാൻ ഒന്നിനും വിരുദ്ധനല്ല. നല്ലത് ചെയ്യുന്നവനോട് സഹകരിക്കുക എന്നുള്ളതാണ് എൻ്റെ നയം. ആ തിന്മകൾ ആരെങ്കിലും ചെയ്താൽ അതിനെ എതിർക്കും ചെയ്യും. ലീഗുമായോ തങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. തങ്ങളുമായിട്ട് അങ്ങനത്തെ ഒരു അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. തങ്ങൾ പരമ്പരയെ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഉമർ ഫൈസി മുക്കം. അത് തങ്ങന്മാർക്കറിയാലോ. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പാണക്കാട് ബന്ധപ്പെടുന്ന ആളാണ്. ഓരോ വിഷയത്തിനും ബന്ധപ്പെടുന്നുണ്ട്, സംഘടനാ വിഷയത്തിനും ബന്ധപ്പെടാറുണ്ട്. എൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഒരു ആത്മീയ മേഖലയിൽ ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ പൂക്കോയത്തങ്ങളുള്ള കാലത്തെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും സാദിഖുമോനോടും നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമല്ല. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങി അവിടുത്തെ എല്ലാവരും നമ്മൾ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഞങ്ങൾ സംഘടനയിൽ അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയായിട്ട് മഹല്ല് ഫെഡറേഷനൊക്കെ പ്രവർത്തിച്ചതാണ്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ സംഘടനാപരമായിട്ട് സമസ്തയിൽ ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസമില്ല, ആരുമായിട്ടുമില്ല, ഇപ്പോഴുമില്ല. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ തങ്ങന്മാരെ മറ പിടിച്ചുകൊണ്ട് ചിലരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിലാണ് നമുക്ക് വിഷമമുള്ളത്. ഈ മഹല്ല് ഫെഡറേഷനുമായിട്ട് ഇപ്പോൾ കാളി ഫൗണ്ടേഷൻ ഒരു തരത്തിലും ബന്ധമില്ല. അവർ വേറെ തന്നെയായിട്ടാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രാസംഗികന്മാരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രയും ഡിഫറൻസ് എനിക്കറിയാം. എടവണ്ണപ്പാറയിലെ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണല്ലോ വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത്. എടവണ്ണപ്പാറ പ്രസംഗം എൻ്റെ നയാണല്ലോ, സമസ്തയുടെ നയാണ്. നമ്മൾ അതിനെപ്പറ്റി ഒരു വീണ്ടും വിചാരത്തിൻ്റെ ആവശ്യമില്ല. ഞാനതിൻ്റെ പ്രസംഗം ഒരു അരമണിക്കൂറോളം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിലൊക്കെ നമ്മൾ സുന്നത്ത് ജമാഅത്താണ് പറഞ്ഞിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ കൂടിയവരും അല്ലാത്തവരും ഒക്കെ അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ആർക്കും അതിൽ സംശയമൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ എടവണ്ണപ്പാറയിലെ പ്രസംഗത്തിൽ ഉസ്താദ് ഉറച്ചു നിൽക്കുന്നു, പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മാധ്യമങ്ങളിലൂടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിവാദത്തിന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം ഉദ്ദേശിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം ES രഞ്ജിത്ത്, റിപ്പോർട്ടർ.